നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാജ്യത്തെ പ്രമുഖ നേതാക്കളുടെ സ്വത്ത് വിവര കണക്കുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നവരിൽ നല്ലൊരു ശതമാനവും കോടീശ്വരന്മാരാണെന്നത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. UP അധ്യക്ഷ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. റായ്ബറേലിയിൽ നിന്നും ഇത് 4ാം തവണയാണ് സോണിയ ജനവിധി തേടുന്നത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങളും സോണിയാഗാന്ധി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2014 തിരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലപ്രകാരം 9.28 കോടി രൂപയായിരുന്നു സോണിയാഗാന്ധിയുടെ ആകെ ആസ്തി. എന്നാൽ 5 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ 2.54 കോടി രൂപയുടെ വർധനവാണ് സ്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ 60,000 രൂപയായിരുന്നു സോണിയാഗാന്ധിയുടെ കൈവശമുണ്ടായിരുന്ന ആകെ തുക. 16.6 ലക്ഷത്തിന്റെ ബാങ്ക് നിക്ഷേപമുണ്ട്. 24 ലക്ഷത്തിന്റെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും 1.9 ലക്ഷം ഓഹരി നിക്ഷേപവുമുണ്ട്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപം, ഇൻഷുറൻസ്, ബോണ്ടുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെ 1 കോടിയിലധികം രൂപയുടെ സമ്പാദ്യമുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനും മകനുമായ രാഹുൽ ഗാന്ധി 5 ലക്ഷം രൂപ നൽകാനുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2014 9 ലക്ഷമായിരുന്ന കടം 5 വർഷം പിന്നിട്ടപ്പോൾ 5 ലക്ഷമായി. ഇക്കാര്യം രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ദില്ലിയിലെ സുൽത്താൻപൂരിൽ 7.29 കോടി രൂപ വിലമതിക്കുന്ന 3.28 ഏക്കർ ഭൂമി സോണിയാഗാന്ധിയുടെ പേരിലുണ്ട്. ഇറ്റലിയിൽ 23.2 ലക്ഷം രൂപ വിലമതിക്കുന്ന പൂർവിക സ്വത്തുണ്ട്. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഒരു ക്രിമിനൽ കേസും സോണിയാഗാന്ധിയുടെ പേരിലുണ്ട്. കടബാധ്യതകൾ ഒന്നുമില്ല. 2014 62.2 ലക്ഷം രൂപയുടെ സ്വർണം, വെള്ളി ആഭരണങ്ങളായിരുന്നു സോണിയാഗാന്ധിയുടെ കൈവശം ഉണ്ടായിരുന്നത്. 2019 ഇത് 59.97 ലക്ഷമായി കുറഞ്ഞു. 22.2 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണവും 35.7 ലക്ഷം രൂപ വിലമതിക്കുന്ന 88 കിലോ വെള്ളി ഉരുപ്പിടികളുമാണ് കൈവശമുള്ളത്. സ്വന്തമായി കാറോ മറ്റ് വാഹനങ്ങളോ ഇല്ല. ആദായനികുതി വകുപ്പിന് സമർപ്പിച്ച കണക്ക് പ്രകാരം 2018 9.6 ലക്ഷം രൂപയാണ് സോണിയാഗാന്ധിയുടെ വരുമാനം. സോണിയാഗാന്ധിയേക്കാൾ ആസ്തി മകൻ രാഹുൽ ഗാന്ധിക്കാണ് ഉള്ളത്. 15.88 കോടി രൂപയാണ് രാഹുൽ ഗാന്ധിയുടെ ആകെ ആസ്തി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പേരിൽ 72 ലക്ഷത്തിന്റെ കടബാധ്യതയുണ്ട്. 330 ഗ്രാം സ്വർണം കൈവശമുണ്ട്. സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ചതുൾപ്പെടെ 5 ക്രിമിനൽ കേസുകളാണ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഉള്ളത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമെത്തിയാണ് സോണിയാഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ ദിനേശ് പ്രതാപാണ് റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ എതിരാളി. തിരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ സോണിയാഗാന്ധി മോദി അജയ്യനല്ലെന്ന് ഓർക്കണമെന്നും പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം രാജ്യം ഭരിച്ച മോദി രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും സോണിയ വിമർശിച്ചു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.